ചില വൈദികരുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം പിതാക്കന്മാരും വൈദികരും ഈ BJPയുടെ നയത്തിനോട് യോജിക്കുന്നവരാണ്. കേരളത്തിൽ തന്നെയുള്ള പിതാക്കന്മാരുമായിട്ടൊക്കെ ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കില്ല. അവരെല്ലാവരും എന്നോട് പല ബിഷപ്പുമാരും BJP ചേരണമെന്നാണ് പറഞ്ഞു. ഇപ്പം പറയുന്നത് എന്നെ പറഞ്ഞ ഉടനെ പറയുന്നതെന്ന് അവിടെ ഈ മണിപ്പൂരാണ് പറയുന്നത്. മണിപ്പൂർ ഇപ്പോൾ ഉണ്ടായ പ്രശ്നമാണിത്. 75 വർഷമായിട്ട് നിലനിൽക്കുന്ന പ്രശ്നമല്ലേ ഇത്. എല്ലാ വർഷവും 10-50 കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചാകുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, മഹത്തായ രാജ്യത്തെ പ്രധാനമന്ത്രിമാരെ എല്ലാവരും ഉത്തരവാദികളെന്ന് എല്ലാവരും തുല്യ ഉത്തരവാദിത്തമില്ല. അത് മോദിന് തലയെ കൊണ്ട് കറ്റുന്ന എനിക്ക് മനസ്സിലായില്ല. അതായത് ആ പ്രശ്നം. പിന്നെ വേറെ പറയുന്നത് എന്താ, ഉത്തരേന്ത്യയിലൊക്കെ ക്രിസ്ത്യാനികളെ കൊല്ലുന്നു. എവിടെയാണ് കൊല്ലുന്നത്? പിന്നെ ക്ഷേത്രത്തെ അവഹേളിക്കുന്ന ചില ആളുകളുണ്ട്, അവരുമായി സംഘടന ഉണ്ടാകാറുണ്ട്. നമ്മൾ ഒരു ഭാരതീയരാണ്, ജനാധിപത്യമാണ് എന്ന് വിചാരിച്ച് മറ്റ് മതങ്ങൾ നമ്മൾ മാത്രം ജീവിക്കാവുള്ളൂ, മറ്റ് മതങ്ങളെ മോശം എന്ന് പറയാൻ പാടില്ല. മതേതരത്വമാണ്. അപ്പോൾ ഹൈന്ദവർ മോശമെന്ന് പറയേണ്ട കാര്യം നമുക്ക് തന്നെ, ക്രിസ്ത്യാനി മോശമെന്ന് പറയേണ്ട കാര്യം അവർക്കെന്താ? അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് കേരളം പോലൊരു സ്റ്റേറ്റിൽ ഇപ്പോൾ ഹൈന്ദവ സമൂഹത്തിൻ്റെ ആത്മാർത്ഥമായ സഹായവും സഹകരണവും ഉണ്ടെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് അന്തസ്സായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ മാത്രമല്ല, ബഹുഭൂരിപക്ഷം ആളും വിശ്വസിക്കുന്നത് അതാണ്. ചില പഴയ കേരള കോൺഗ്രസ്സുകാർ അടുത്ത ദിവസം പറയണ്ടായി, സഭാവിശ്വാസികളോട് കോൺഗ്രസും UDF സ്വീകരിക്കുന്ന സമീപനങ്ങൾ തെറ്റാണ്. സഭാവിശ്വാസികളുടെ ആളുകൾക്ക് നേതൃസ്ഥാനത്തിൽ കൊണ്ടുവരുന്നതിലെല്ലാം തന്നെ അതുകൊണ്ട് ഞാൻ എൻ്റെ മാതൃസംഘടനയ്ക്ക് തിരിച്ചു പോകുന്നതുകൊണ്ട് കേരള കോൺഗ്രസിലേക്ക് മടങ്ങി സാധിക്കും. ഞാൻ ചോദിക്കട്ടെ, ജോണി നെല്ലൂർ എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തായതുകൊണ്ട് എൻ്റെ ഭായി വല്ലതും പരന്നുകൊണ്ട് ഞാൻ ക്ഷമിക്കുക, മനസ്സിലായല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ജോണി നെല്ലൂർ ഞാനിവിടെ അത്ര ഇഷ്ടമാണ്. എന്തോ ഒരു എന്തൊരു വിവരക്കേടായി ജോണി കാണിക്കുന്നത്. ജോണിക്ക് ഇനി ചെയ്യാൻ കഴിയുന്നത് എന്താ? ജോണി 3 പ്രാവശ്യം മൂവാറ്റുപുഴ MLA ആളാണ്. അയാൾ ഒരു പാർട്ടിയുടെ ചെയർമാനായിരുന്നു. പിന്നെ തന്നെ ഒരു പാർട്ടി ഉണ്ടാക്കി ചെയർമാനായി. ആരും ഇല്ലായിരുന്നെങ്കിൽ ഒരു ചെയർമാൻ എന്നുള്ള പറഞ്ഞിരുന്നത്. അങ്ങേര് ഇപ്പോൾ മാണി സാറിൻ്റെ കൂട്ടത്തിൽ പുള്ളി പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിച്ചയാളാണ്. ആ മാണി സാറിനെ വേദനിപ്പിക്കുന്ന മകൻ്റെ പുറകിൽ പോയി ചേർത്തിച്ചേരുന്ന എന്തൊരു നാണം കെട്ടവനാണ് ജോണി നെല്ലൂർ. പറ, അയാൾ മാന്യമായിട്ട് പൊതുപ്രവർത്തനം നിർത്തിയില്ല, പൊതുപ്രവർത്തനം തുടരാം, തെരഞ്ഞെടുപ്പ് രംഗത്തേക്കില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയോട് എനിക്ക് ബന്ധമില്ലെന്ന് ഞാൻ മൂവാറ്റുപുഴ കിടന്ന് വല്ലവരും മിണ്ടാനെങ്കിലും കാണാൻ. ഇപ്പം ജോണിയോട് മിണ്ടാൻ ആളെ കിട്ടുകയില്ല. എങ്ങനെ വിശ്വസിക്കുകയൊക്കെ? ജോണിയുടെ പാരമ്പര്യം എടുത്ത് നോക്കി എങ്ങനെ അംഗീകരിക്കും? വളരെ മോശമല്ലേ കളി ചെയ്ത്. ഞാൻ പറയുകയില്ല, കാരണം ഞാൻ അത് പറയുന്നത് ശരിയല്ല. ഞാൻ അങ്ങനെ ഒന്നും പറയാല്ല. ഞാൻ അത് എങ്ങനെ കമ്പയർ ചെയ്യും? കാരണം വെച്ചാൽ അങ്ങേര് ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയുടെ എത്ര കൊല്ലമായി? ജോണി ഇവിടെ ചുമ്മാ വഴിയെ നടക്കുന്നവനാണ്. അത് രണ്ടുപേരും കൂടെ എങ്ങനെ താരപ്പെടുത്തും? നിതീഷ് കുമാറിനെയും ജോണി നെല്ലൂരിനെ താരപ്പെടുത്താൻ പറ്റില്ല. അദ്ദേഹം എന്താണ് അങ്ങനെ മുഖ്യമന്ത്രിയാണ് ഒരു സംസ്ഥാനത്ത്. ആ ജനം അംഗീകരിച്ചിട്ടില്ല മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. ജോണി നെല്ലൂർ അതാണ് ജനം തിരസ്കരിച്ചവൻ, വഴി നടക്കുന്നവൻ. എങ്ങനെ പുള്ളിയെ താരപ്പെടുത്താൻ കഴിയും?